ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ പ്രവണേനെ കാണാൻ പോയ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ബീച്ചിലെത്തി ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. രേശേച്ചി ഇർഷാദും ബേക്കിലുണ്ട്. ഇർഷാദാണ് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. ഞങ്ങളാണ് കേട്ടോ വീഡിയോൻ്റെ ഫോട്ടോൻ്റെ ഒക്കെ ആള്. ഓൾക്ക് അത്ര ആവശ്യമില്ല. അപ്പം നമ്മളിത് കഴിഞ്ഞാൽ നെക്സ്റ്റ് SM-ലേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ ഗൈസ്, നമ്മൾ SM-ലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാം നമുക്ക്. അപ്പം ചേച്ചി, എന്ത് ഡ്രസ്സാണ് നിങ്ങൾ വാങ്ങാൻ പോണത്? 100 രൂപയ്ക്ക് 4 എണ്ണം കിട്ടുന്ന ഡ്രസ്സ്. ഇർഷാദ് എന്താ വാങ്ങണേ SM-ന്ന്? പ്രവണയ്ക്ക് എന്താ വേണ്ടേ? ഞാൻ ഡ്രസ്സ് പ്രവണയ്ക്ക് ഓക്കെ. ഡ്രസ്സൊക്കെ നോക്കാം ഗൈസ്. ഞങ്ങൾ 4 ഒരു ചുരിദാർ വാങ്ങി. ഓൻ വാങ്ങി ഓനിടാനല്ല കേട്ടോ, ഓനമ്മക്ക് ഇടാനാണ്. തിരുവനന്തപുരത്താണ്. പ്രവണ ഭയങ്കര തിരച്ചിലാണ്. എന്തെങ്കിലും കിട്ടുമോ? അമ്മച്ചല്ല ചേച്ചി, തല പോയ ചേച്ചിക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് ഇറങ്ങിട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്. എന്നിട്ട് ഞങ്ങൾ 1-2 കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ഇനി പോണത് പ്രവണേനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് ട്രെയിൻ 5 മണിക്ക് എന്തോ ആയിരുന്നു. അപ്പം ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. SM-ന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോളൂ. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പിന്നെ ട്രെയിനിൻ്റെ അടുത്തേക്ക് ഓടുക. ട്രെയിൻ മിസ്സായി ഞങ്ങളൊക്കെ പോരും. അങ്ങനെ ഗൈസ്, പ്രവണ പോവുകയാണ്. ഒരു 10-11 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്നുള്ളൂ. എങ്കിലും കുറേ ടൈം ഒരുമിച്ച് നിന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നണത്. അത്ര സങ്കടമായി ഓള് പോയപ്പോൾ. നമുക്ക് ശരിക്കും കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ അറിയാം ഞാൻ കരയുന്നു, കാരണം ഞാൻ അങ്ങനെയാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഓള് വരുന്നത് എന്നാ അറിയില്ല. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഇനി അടുത്ത മീറ്റിന് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ.